നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ലൊരു ഗിൽഡ് എന്നൊക്കെയെന്ന് പറയാം. നിങ്ങൾ ഇപ്പോഴുള്ള ഗിൽഡിൽ നിന്നൊന്ന് ഇറങ്ങണം. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ക്രിയേറ്റ് ഗിൽഡിൽ പോകണം. ക്രിയേറ്റ് ഗിൽഡിൽ പോയിട്ട് ഈ സെറ്റ് ഗിൽഡ് ലൊക്കേഷൻ എന്നുണ്ട്, ഇത് കൊടുത്തേക്കാം. എന്നിട്ട് നിങ്ങൾ റീജിയൻ, ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ഇന്ത്യയാണ്. ഡിവിഷൻ കൊടുക്കാൻ വരും. അപ്പം കേരള, ഞാൻ കേരളം എടുക്കണ്ടേ. സബ് ഡിവിഷൻ ഞാൻ എറണാകുളത്താണ്. ഞാൻ എറണാകുളമാണ് കൊടുക്കണേ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ പേരിടാം. പേര് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പേരിടാം. എത്തിയല്ലേ, പക്ഷേ എൻ്റെ സ്പെല്ലിങ്ങിന് ഞാൻ മറന്നു കേസ്. കേസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിത് ജെമിനിയോട് എഡിറ്റ് ചെയ്ത് വെറ്റിക്കണം. ഇത് ഓഫ് ചെയ്യണം എന്ന് വെച്ചാൽ ഓട്ടോ അപ്രൂവൽ എന്ന് വെച്ചാൽ അവർക്ക് റിക്വസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് കയറും. ഇത് നമ്മുടെ മെയിൽ ബോക്സിൽ വരും. ഞാനിതിപ്പോൾ ഓഫ് ചെയ്യാൻ പറഞ്ഞത് ഇഷ്ടമുള്ളത് കേട്ടോ. ഡിഫോൾട്ട് ലെവലാണ് 10ൻ്റെ മുകളിൽ. ഇപ്പം ഞാൻ 10 ഇട്ടെങ്കിൽ 10ൻ്റെ മുകളിലുള്ള ആൾക്കാരെ വരാൻ പാടുള്ളൂ. ഇപ്പം 50 ഇട്ടെങ്കിൽ 50ൻ്റെ മുകളിലുള്ള ആൾക്കാർ വരാം, അല്ലെങ്കിൽ 50-ലുള്ളത്. 50 താഴെ ഉള്ളവർക്ക് വരാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഡിഫോൾട്ട് തന്നെ ഇടാണ്. BR റാങ്കഡ് ഇപ്പം ഞാൻ ഹീറോയ്ക്ക് ഇട്ടു. ഹീറോയ്ക്കിൻ്റെ മേലിലുള്ള മാത്രമേ വരാൻ പറ്റുള്ളൂ, താഴെയുള്ളത് വരാൻ പറ്റില്ല. വീണ്ടും ഇത് ഞാൻ ഡയമണ്ട് ഇട്ടു. ഡയമണ്ട് വരാൻ പറ്റുള്ളൂ, താഴെയുള്ളത് വരാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഗിൽഡ് ടാഗ് ക്യാഷിൽ വേണമെങ്കിൽ ക്യാഷിൽ ഇടാം. ഇങ്ങനെ ഗിൽഡ് വാർസും ഒന്ന് കളിക്കാണ്ട് ടീമിൻ്റെ ഉള്ള ആൾക്കാർ സേഫായിട്ട് ഇടാൻ വേണ്ടി വേണമെങ്കിൽ ക്യാഷിൽ ഇടാം. കോമ്പറ്റീവ് എന്ന് വെച്ചാൽ ഗിൽഡ് വാർസൊക്കെ കളിച്ച് ഗിൽഡിനെ കൂടുതൽ ഒന്ന് മറ്റേ റീജിയനൊക്കെ കയറ്റാൻ പറ്റുന്നതാണ് കോമ്പറ്റീവ്. ഞാൻ ഇപ്പോൾ കാഷ്വലാണ് കൊടുക്കണേ. ആക്റ്റീവായിട്ടുള്ള എവരി ഡേ ഉള്ള ആൾക്കാരാണോ അങ്ങനെ ഞാൻ എവരി ഡേ ആണ് കൊടുക്കണേ. പ്ലേ സ്റ്റൈൽ ഞാൻ BR-ഉം ക്ലാഷ് കോഡാണ് കൊടുക്കണേ. പിന്നെ സോഷ്യൽ സ്റ്റൈൽ ഓഫ്ലൈനിന്നും കൊടുക്കാം, ഓൺലൈനിന്നും കൊടുക്കാം. ഞാൻ 3ഉം കൊടുക്കുന്നുണ്ട്. പിന്നെ വെൽക്കത്തിന് ഏതെങ്കിലും ഒരു ഇതിടാം. ഞാൻ ഇപ്പോൾ .g എന്ന് ഇട്ടേക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ്, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ പീസ് ഔട്ട്.